ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് അപ്രോച്ചസ് ടു ട്രെയിനിങ് നീഡ് അസസ്മെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ട്രെയിനിങ് പ്രോസസ്സ്. ഒരു ഓർഗനൈസേഷൻ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 13 സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഓരോന്നും എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ്. സെക്കൻഡ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. തേർഡ് വൺ ഡിസൈനിങ് ട്രെയിനിങ് പോളിസി, ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം, fixing the responsibility of training, selection of trainee, preparation of training. The next selection of training methods, designing the training course, rules for conducting training, presentation, elimination of performance and follow up. ഇങ്ങനെ ഒരു 13 സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ടാണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ദ ഫസ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഡിഫറെൻ്റ് അപ്രോച്ചസ് വെച്ചുകൊണ്ട് ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ് നമ്മൾ നടത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്? എ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ലോഞ്ച്ഡ് ഓൺലി ആഫ്റ്റർ ദ ട്രെയിനിങ് നീഡ്സ് ആർ അസസ്ഡ് ക്ലിയർലി ആൻഡ് സ്പെസിഫിക്കലി. എത്ര ട്രെയിനിങ്ങിൻ്റെ നീഡ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടും സ്പെസിഫിക് ആയിട്ടും അസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുള്ളൂ. The needs are identified through an analysis of the entire organization, its operation and human resources available. ആ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അവിടുത്തെ എൻ്റയർ ഓർഗനൈസേഷൻ, അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ അനാലിസിസ് നടത്തിക്കൊണ്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ഓർഗനൈസേഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റയർ ഓർഗനൈസേഷൻ. പിന്നെ ഓപ്പറേഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് ദി ജോബ്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാൻ പവറിൻ്റെ അനാലിസിസ്. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ട്രെയിനിങ് നീഡ്സിനെ അസസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. സോ ആഫ്റ്റർ ട്രെയിനിങ് നീഡ്സ് ആർ അസസ്ഡ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ്. Without a clear set of goals, it is not possible to design a training and development program. That all you know. Without goals and objectives, a training program cannot be designed. The main objective of training are to be considered. ആ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നുള്ള ആദ്യം കൺസിഡർ ചെയ്യണം. തേർഡ് വൺ ഈസ് ഡിസൈനിങ് ദ ട്രെയിനിങ് പോളിസി. ഇപ്പോൾ നമ്മൾ അസസ് ചെയ്തു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആഫ്റ്റർ ഡിസൈനിങ് ദ ട്രെയിനിങ് ഒബ്ജക്റ്റീവ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, അപ്പോൾ കണ്ടിന്യൂസ് സ്റ്റെപ്പുകളാണ് കേട്ടോ, ഇതേ ഓർഡറിൽ പഠിച്ചേക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസൈനിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് പോളിസി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ട്രെയിനിങ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ പ്രൊസീജിയേഴ്സ് കൺസേൺഡ് വിത്ത് ട്രെയിനിങ്. ആ ട്രെയിനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ട്രെയിനിങ് പോളിസി. എ ട്രെയിനിങ് പോളിസി ഷുഡ് ബി ഡിസ്ക്ലോസ്. എന്തൊക്കെ അതിലുണ്ടായിരിക്കണം ട്രെയിനിങ് പോളിസിയിൽ? ദ റിസൾട്ട് എക്സ്പെക്റ്റഡ്, ആ പോളിസിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ടൈപ്പ് ഓഫ് ട്രെയിനിങ് നീഡഡ്, ഏത് ടൈപ്പ് ട്രെയിനിങ് വേണം? ടൈം ആൻഡ് പ്ലേസ് ഓഫ് ട്രെയിനിങ്, എവിടെ വെച്ച് എപ്പോൾ ട്രെയിനിങ് നടത്തണം? ട്രെയിനിങ് പ്രയോറിറ്റി, എന്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? റെമ്യൂണറേഷൻ ടു ബി പെയ്ഡ് ടു എംപ്ലോയീസ് ഓൺ ട്രെയിനിങ്, ട്രെയിനിങ്ങിൽ എംപ്ലോയീസിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ എത്രയാണ്? ദ ഔട്ട്സൈഡ് ഏജൻസീസ് ടു ബി അസോസിയേറ്റഡ് വിത്ത് ട്രെയിനിങ്, ആ ട്രെയിനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഔട്ട്സൈഡ് ഏജൻസീസിനെ ഫിക്സ് ചെയ്യേണ്ടതുണ്ടോ? ഇതെല്ലാം എവിടെ നോക്കണം? ട്രെയിനിങ് പോളിസി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നോക്കണം. ഇനി അത് കഴിഞ്ഞു. നാലാമത്തെ ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് പോളിസി ഡിസൈൻ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈഡ് ചെയ്യലാണ്. Once the objective and policy of training is determined, the next step is to design an appropriate training program. ഇനി അഞ്ചാമത്തെ ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ്. ഇനി ആ ട്രെയിനിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്നുള്ളത് പ്രത്യേകമായിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ആ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്നുള്ളത് ഫിക്സ് ചെയ്യുക. അതാണ് അടുത്ത പോയിൻ്റ്.
ദ ഹോൾ ഓർഗനൈസേഷൻ ഈസ് ഇൻവോൾവ് ടു കണ്ടക്ട് ട്രെയിനിങ് പ്രോഗ്രാം. അത് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമല്ല, ഓർഗനൈസേഷൻ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും? എൻ്റയർ ഓർഗനൈസേഷൻ അതിൽ ഉണ്ടാവും. ടോപ്പ് മാനേജ്മെൻറ്റ് അവരെന്താ ചെയ്യുക? ഫ്രെയിംസ് ദ ബേസിക് ട്രെയിനിങ് പോളിസി ആൻഡ് അപ്രൂവ്സ് ദ ട്രെയിനിങ് പ്ലാൻ, പ്രോഗ്രാംസ്, ബഡ്ജറ്റ് എക്സെട്ര. ആ ട്രെയിനിങ് പോളിസികൾ നോക്കണത്, അതിൻ്റെ പ്ലാനൊക്കെ അപ്രൂവ് ചെയ്യണത്, ബഡ്ജറ്റ് ഉണ്ടാക്കണതൊക്കെ ടോപ്പ് എക്സിക്യൂട്ടീവ്. ഇനി പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരെന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് ആർ പ്ലാൻഡ് ആർ ഇവാലുവേറ്റഡ്. എങ്ങനെ ട്രെയിനിങ് നടത്തണം അതിൻ്റെ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. സൂപ്പർവൈസേഴ്സ് അവർ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ആർ ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണത് സൂപ്പർവൈസേഴ്സ്. ഇനി പാർട്ടിസിപ്പൻസ്, ബാക്കി വർക്കേഴ്സ് എന്ത് ചെയ്യും? ദേ പ്രൊവൈഡ് ഫീഡ്ബാക്ക്, റിവിഷൻ ആൻഡ് സജഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രോഗ്രാം എക്സെട്ര. അങ്ങനെ ഹോൾ ഓർഗനൈസേഷൻ ഏത് പ്രോഗ്രാമിലുണ്ടാവും? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ഉണ്ടാകും. ഇനി ആറാമത്തെ പോയിൻ്റ്, സെലക്ഷൻ ഓഫ് ട്രെയിനീസ്. ആരെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തേണ്ടത് അവരെ സെലക്ട് ചെയ്യണതാണ് അടുത്ത പോയിൻ്റ്. ദ നമ്പർ ആൻഡ് ദ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ഹൂ ആർ ഇൻ നീഡ് ഓഫ് ട്രെയിനിങ് ഈസ് ടു ബി സെലക്റ്റഡ്. ആർക്കാണ് ട്രെയിനിങ് വേണ്ടതെന്നുള്ള എംപ്ലോയീസിൻ്റെ ടൈപ്പും അവരുടെ നമ്പറും നമ്മൾ സെലക്ട് ചെയ്യണം. ഇറ്റ് മേ ബി ന്യൂ ഓർ ഓൾഡ് എംപ്ലോയി. പഴയ എംപ്ലോയി ആവാം, പുതിയ എംപ്ലോയി ആവാം, സ്കിൽഡ് എംപ്ലോയി ആവാം, സെമി സ്കിൽഡ് എംപ്ലോയി ആവാം, അൺസ്കിൽഡ് എംപ്ലോയി ആവാം, സൂപ്പർവൈസർ ആവാം, എക്സിക്യൂട്ടീവ് ആവാം. ഇതൊന്നും നോക്കണ്ട, ആരെയാണ് വേണ്ടത് അവരെ സെലക്ട് ചെയ്യാം. വേരിയസ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഷുഡ് ബി ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് പേഴ്സൺ ട്രെയിൻഡ്. ഏത് വ്യക്തികളെയാണോ ട്രെയിൻ ചെയ്യിക്കേണ്ടത് അവരുടെ ടൈപ്പിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട ട്രെയിനിങ് മെത്തേഡും മാറും. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ്. ഇത്രയും കഴിഞ്ഞു, ട്രെയിനിങ്ങിനെ സെലക്ട് ചെയ്തു. അടുത്ത എന്താ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തലാണ് അടുത്ത പോയിൻ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റേജസ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജാണ് വരിക. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് ദ ട്രെയിനർ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദ ട്രെയിനി. ട്രെയിനർ എന്ന് പറഞ്ഞാൽ ആരാ? ദ സക്സസ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഡിപ്പെൻഡ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് അപ്പോൺ ദ ഇൻസ്ട്രക്ടർ ഓർ ദ റിസോഴ്സ് പേഴ്സൺ. ആരാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അയാളുടെ എക്സ്പീരിയൻസിനും അയാളുടെ എക്സ്പേർട്ടിനും അനുസരിച്ച് ട്രെയിനിങ് പ്രോഗ്രാം മാറും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനറെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഹീ ഷുഡ് അസൈൻ ആസ് ടു വാട്ട് ഈസ് ടു ബി ടോട്ട് ആൻഡ് ബൈ വിച്ച് മെത്തേഡ്. എന്താണ് പഠിപ്പിക്കേണ്ടത്, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ട്രെയിനറെ പറഞ്ഞ് പഠിപ്പിക്കുക. ഹീ ഷുഡ് ഹാവ് ആൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ടീച്ചിങ് ആൻഡ് ഷുഡ് എംപ്ലോയ് ദ റൈറ്റ് ട്രെയിനിങ് ടെക്നിക്. വെറുതെ ഇഷ്ടമില്ലാത്ത ഒരാളാവരുത്, അങ്ങനെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും താല്പര്യമുള്ള വ്യക്തിയായിരിക്കണം ട്രെയിനറായിട്ട് വരേണ്ടത്. ഇനി അതിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനി. ട്രെയിനി മസ്റ്റ് ബി പ്രിപ്പയർ ടു ലേൺ. അയാളെ എന്താ പഠിപ്പിക്കേണ്ടേ? പഠിക്കാനായിട്ടുള്ള അയാളെ പ്രിപ്പയർ ചെയ്യുക. ദ ട്രെയിനിങ് മസ്റ്റ് റെക്കഗ്നൈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ എബിലിറ്റി, ഇൻട്രസ്റ്റ്, ലേണിംഗ്, സ്പീഡ് ആൻഡ് അതർ സിഗ്നിഫിക്കൻറ്റ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്. ട്രെയിനിങ്ങിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യണത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ട്രെയിനീനെ പ്രിപ്പയർ ചെയ്യലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് എന്നുള്ളതിൽ വരണേ. ഇനി പോയിൻ്റ് 8, സെലക്ഷൻ ഓഫ് ട്രെയിനിങ് മെത്തേഡ്. ഏത് മെത്തേഡ്, വിച്ച് മെത്തേഡ് ഈസ് ടു ബി അഡോപ്റ്റഡ് ഫോർ ട്രെയിനിങ്. ഇറ്റ് ഷുഡ് ബി ഡിറ്റർമിൻ by taking the advice of personal manager and top executives. ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെയും പേഴ്സണൽ മാനേജറുടെയും അഡ്വൈസ് എടുത്തിട്ട് വേണം ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അടുത്തത് ഡിസൈനിങ് ദ ട്രെയിനിങ് കോഴ്സ്. 9th പോയിൻ്റാണ് ഡിസൈനിങ് ദ ട്രെയിനിങ് കോഴ്സ്. ആ ട്രെയിനിങ് കോഴ്സ് ഡിസൈഡ് ചെയ്യണതിൽ ആദ്യം ചെയ്യേണ്ടത് കണ്ടൻറ് ഓഫ് ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിൻ്റെ കണ്ടൻറ് എന്താണെന്നുള്ളത് തീരുമാനിക്കുക. ഡിസൈനിങ് ദ സപ്പോർട്ട് മെറ്റീരിയൽസ് ഫോർ ട്രെയിനിങ് ലൈക്ക് സ്റ്റഡി നോട്ട്, കേസ് സ്റ്റഡി, പാംഫ്ലെറ്റ്, ചാർട്ട്സ് എക്സെട്ര. ആ ട്രെയിനിങ്ങിന് വേണ്ടി എന്തൊക്കെ കോഴ്സ് മെറ്റീരിയൽസ് വേണം എന്നുള്ളത് റെഡിയാക്കുക. ചാർട്ടുകൾ വേണ്ടി വരും, ചിലതിന് കുറേ പോസ്റ്റേഴ്സ് വേണ്ടി വരും, പിന്നെ കേസ് സ്റ്റഡീസോ സ്റ്റഡി നോട്ട്സോ വേണമെങ്കിൽ അതൊക്കെ റെഡിയാക്കലാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ എന്ത് ചെയ്യണം? ഓൾട്ടർനേറ്റീവ് ട്രെയിനിങ് പാക്കേജിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ ട്രെയിനിങ് പാക്കേജിൻ്റെ ബഡ്ജറ്റ് റെഡിയാക്കുക. ഇതാണ് 9th പോയിൻ്റ്. ദെൻ 10th പോയിൻ്റ് റൂൾസ് ഫോർ കണ്ടക്റ്റിംഗ് ട്രെയിനിങ്. ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട
റൂൾസ് എന്തൊക്കെയാണ്? ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ കണ്ടക്ടിങ് ദ ട്രെയിനിങ്. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ്. ഒന്ന്, ടൈം ടേബിൾ. ദ ട്രെയിനർ മസ്റ്റ് പ്രിപ്പയർ എ ടൈം ടേബിൾ ഓഫ് ദ ട്രെയിനിങ്. ട്രെയിനിങ്ങിൻ്റെ ടൈം ടേബിൾ ട്രെയിനർ ഫിക്സ് ചെയ്യണം. 2, പേഴ്സണൽ അറ്റൻഷൻ. എവ്രി ട്രെയിനി ഷുഡ് ബി പേഴ്സണലി കെയർഡ്. ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് എന്ത്? 10 പേരുണ്ടെങ്കിൽ അതിൽ ഓരോരുത്തരെയും പേഴ്സണലി നമ്മൾ കെയർ ചെയ്യണം. 3, വർക്ക് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഓരോരുത്തരും ചെയ്യേണ്ട വർക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ടൈമിംഗ്, വട്ട് ഷുഡ് ബി ക്ലിയർലി ആൻഡ് സ്ലോലി ടോട്ട്. വെറുതെ പറഞ്ഞു കൊടുത്താൽ പോരാ, സ്പീഡ് എടുക്കേണ്ട. ഓരോ വർക്കും ചെയ്യണത് എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് സമയമെടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ദെൻ എംപ്ലോയ്മെൻറ്റ്. അടുത്ത എന്താ? വർക്കേഴ്സ് ആർ ടു ബി അലൗഡ് ടു വർക്ക്. ഹി ഷുഡ് ബി ഹെൽപ്പ് ടു ഡു വർക്ക് ബൈ റിമൂവിങ് മിസ്റ്റേക്സ് ആൻഡ് ഡൗട്ട്സ്. ട്രെയിനിങ്ങിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം. ആ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് കൂടെ നിന്ന് എംപ്ലോയർ ട്രെയിനർ പറഞ്ഞു കൊടുക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തണം. ഇതാണ് ട്രെയിനിങ്ങിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനിൽ പറയണത് ദ ട്രെയിനർ ടെൽസ്, ഡെമോൺസ്ട്രേറ്റ്സ് ആൻഡ് ഇലസ്ട്രേറ്റ്സ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻസ്. ആ പുതിയ നോളജും ഓപ്പറേഷൻസും എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന വ്യക്തി ടെൽസ് പറയും, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും, എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കും. ആൻഡ് ഹീ ഷുഡ് എക്സ്പ്ലെയിൻ എവറി പോയിൻ്റ് വെരി ക്ലിയർലി. വളരെ ക്ലിയർ ആയിട്ട് ഓരോ പോയിൻറ്റും അയാൾ പഠിപ്പിച്ചു കൊടുക്കും. കീ പോയിൻറ്റ് ഷുഡ് ബി സ്ട്രെസ്ഡ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രെസ് ചെയ്യണം. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഇലസ്ട്രേറ്റ്. ആ എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എടുക്കാം. ദ ട്രെയിനി ഷുഡ് ബി ആസ്ക്ഡ് ടു റിപ്പീറ്റ് ദ ഓപ്പറേഷൻ. ട്രെയിനിയെ കൊണ്ട് എന്നിട്ട് അത് വീണ്ടും 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 ചെയ്യിക്കാം. ദ നെക്സ്റ്റ് 12ാമത്തെ പോയിൻ്റാണ് എക്സാമിനേഷൻ ഓഫ് ദ പെർഫോമൻസ്. ആ ട്രെയിനി ചെയ്യണ പെർഫോമൻസിനെ എക്സാമിൻ ചെയ്യുക. Trainees are asked to do each job slowly. If he makes mistake, it should be corrected. If necessary, instructions may be repeated till the trainer learns. ആ ട്രെയിനറെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക, സ്ലോ ആയിട്ട് വർക്ക് ചെയ്യാൻ പറയുക, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ വർക്ക് അയാൾ പഠിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ അയാളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുക. The trainee should repeat the work till he becomes competitive to perform the job without assistance. ഒരാളുടെ സഹായം ഇല്ലാതെ അയാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേജ് എത്തുന്നത് വരെ അയാളെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യിക്കുക. ഓക്കെ, ദ ലാസ്റ്റ് പോയിൻ്റ് ഈസ് ഫോളോ അപ്പ്. ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ വിട്ടാൽ പോരെ, എന്ത് ചെയ്യണം? ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ടു ബി വെരിഫൈഡ്. ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അത് ആ ട്രെയിനിങ് പ്രോഗ്രാം ഇഫക്റ്റീവ് ആയിരുന്നോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ ട്രെയിനീസിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ദാറ്റ് ഫീഡ്ബാക്ക് റിവീൽ ദ എറേഴ്സ് ഓർ മിസ്റ്റേക്സ് ഡൺ. അതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, എറേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള ആ ഫീഡ്ബാക്കിലുണ്ടാവും. ഇറ്റ് വിൽസ് ഓൾസോ ഹെൽപ്പ് ഇൻ ഡിസൈനിങ് ദ ഫ്യൂച്ചർ ട്രെയിനിങ് പ്രോഗ്രാം. ആ ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So these are the very important question for university essay training process. പഠിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കുക.